അതിലൊരു കേസിൽ മാത്രമാണ് പ്രമുഖനായിട്ടുള്ള ഒരു സിനിമ നടൻ്റെ പേര് വരുന്നത്. ബാക്കിയുള്ള എല്ലാ കേസുകളിലും രാഷ്ട്രീയ പ്രവർത്തകരാണ് പ്രതിസ്ഥാനത്ത്. വാളയാർ കേസ് അട്ടിമറിച്ചത് വളരെ കൃത്യമായി സോജൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് അട്ടിമറിച്ചത്. പാർട്ടിയാണ്, നിങ്ങൾ പാർട്ടിയാണെങ്കിൽ, പാർട്ടി മെമ്പർഷിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ എവിടെ വരെ പോയും നിങ്ങളെ രക്ഷിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മോട്ടിവേറ്റഡ് ആയിട്ട് തെളിവ് നശിപ്പിച്ചതെന്നുള്ളതിന് യുക്തിഭദ്രമായി നമുക്കൊരു മറുപടി കിട്ടണം. ക്രൈം നടന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ ചെല്ലുന്നത്. ഇപ്പോൾ ഇത് കൊല്ലാൻ ഉപയോഗിച്ച ഷോള്, അത് ഇത് മറ്റേ ഇതെല്ലാം മെറ്റീരിയൽ ഒബ്ജക്ട്സ് എല്ലാം കളക്ട് ചെയ്ത് സീൽ ചെയ്യണം. അത് വാസ് ഇൻ അൺസീൽഡ് കണ്ടീഷൻ. പിണറായിൻ്റെ പോലീസാണെന്നാണ് ഏരിയ സെക്രട്ടറിമാർ പറയുന്നത്. അങ്ങനെ ഒരു പോലീസ് ഭരിക്കുമ്പോൾ ഇത്ര മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെളിവ് നശിപ്പിക്കണമെങ്കിൽ അതേതെങ്കിലും നിലയിലുള്ള ഏറ്റവും കൂടുതൽ നിഷ്ക്രിയവും കാര്യശേഷി ഇല്ലാത്തതും അപൊളിറ്റിക്കലായിട്ട് പെരുമാറുന്നതായിട്ടൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞാനതൊന്നും പറയുന്നില്ല. ഇങ്ങനെ അടി കൊള്ളുമ്പോൾ ഈ വി ഡി സതീശനുമൊക്കെ അടി കൊണ്ട് തല പൊട്ടാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ മനസാക്ഷിയെ ആകെ നടുക്കുക മാത്രമല്ല, അത് ഒരു തരം മരവിപ്പ് നൽകിയ ഒരു കേസാണ് നമ്മുടെ വണ്ടിപ്പെരിയാറിലെ പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്നത്. ആ പ്രതി അനായാസം രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വളരെ വളരെ പൊതുസമൂഹത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് DNA ശ്രീ ഷാജഹാൻ, അദ്ദേഹം മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് നേരത്തെ വാളയാറിലെ 2 പെൺകുട്ടികളെ സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടു. 9ഉം 11ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ, ഒരു വീട്ടിലെ പെൺകുട്ടികൾ. ആ കേസ് നിസ്സാരമായിട്ട് അത് പോവുകയും മാത്രമല്ല, പോലീസിന്റെ അന്വേഷണങ്ങളാണ്, പോലീസ് കൊടുക്കുന്ന തെളിവുകൾ, പോലീസ് കണ്ടെത്തുന്ന തെളിവുകളും മറ്റുമൊക്കെയാണ് ഈ കേസുകളെല്ലാം തന്നെ പ്രതികൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഷാജഹാൻ ഈ 2 കേസുകളെയും എങ്ങനെ കാണുന്നു, പ്രത്യേകിച്ച് വണ്ടിപ്പെരിയാറിലെ ഈ പിഞ്ചുകുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ ഈ റീസെൻ്റ് ആയിട്ടുള്ള സംഭവത്തെക്കുറിച്ച് കാണുന്നു എന്നുള്ളതാണ്. ഷാജഹാൻ, താങ്കൾ നേരത്തെ ഞാൻ പറഞ്ഞ വാളയാർ കേസിൽ താങ്കൾ അവിടുന്ന് പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ പദയാത്ര നടത്തിയ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കി, ഞാൻ കാണുകയും ചെയ്തതാണ്, അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അന്നും ഇതുപോലെ തന്നെയാണ് ഈ പോലീസിന്റെ എൻക്വയറിയിൽ വരുന്ന പാളിച്ച കൊണ്ട് മാത്രം, അതായത് പ്രോസിക്യൂഷന് കിട്ടുന്ന തെളിവുകൾ എന്ന് പറയുന്നത് പോലീസ് കൊടുക്കുന്നതാണ്. പോലീസ് ഒരിക്കലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള എൻക്വയറി നടത്തുകയോ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തെളിവ് കിട്ടേണ്ട സാഹചര്യത്തിൽ എടുക്കുന്ന തെളിവുകൾ തന്നെ ഇൻസഫീഷ്യൻ്റ് ആകുകയോ അല്ലെങ്കിൽ എന്തൊക്കെയോ ആരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മുൻവിധിയോടുകൂടി നടത്തുന്ന എൻക്വയറികളാണ് ഇത്തരത്തിലേക്ക് പാളിച്ചകളിലേക്ക് പോകുന്നത്. ഇത് കേരള സമൂഹത്തെ ആകെപ്പാടെ ഞെട്ടിച്ചിരിക്കുകയില്ലേ? കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമല്ലേ നിലനിൽക്കുന്നത്? അല്ല, അതിൽ ഈ വണ്ടിപ്പെരിയാറിലേക്ക് വരുന്നതിന് മുമ്പ് ആമുഖമായി ഈ സ്ത്രീപീഡന കേസുകൾ സംബന്ധിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 10, 25, 30 വർഷക്കാലമായി കേരളത്തിൽ നടന്നിട്ടുള്ള സ്ത്രീപീഡന കേസുകളിലെല്ലാം ആ വിഷയങ്ങളിലെല്ലാം തന്നെ ഇടപെട്ടിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പം ആ പശ്ചാത്തലം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ സ്ത്രീപീഡന കേസുകൾ വ്യാപകമായി ചർച്ച ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വിതുര സ്ത്രീപീഡന കേസാണ്. വിതുര സ്ത്രീപീഡന കേസിന് അന്ന് ഒരു പ്രമുഖ സിനിമാ നടനുമായി എൻ്റെ ഇൻവോൾവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് ചർച്ച ചെയ്തത്. അതിനുശേഷം വന്നിട്ടുള്ളത് ഐസ്ക്രീം പാർലർ കേസാണ്. ഐസ്ക്രീം പാർലർ കേസിൽ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരാണ് നമ്മളന്ന് ചർച്ച ചെയ്തത്. അതിനുശേഷം 2000-ൻ്റെ തുടക്കത്തിൽ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാകുകയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയും ചെയ്തിരുന്ന സമയത്താണ് കിളിരൂർ കവിയൂർ സ്ത്രീപീഡന കേസുകൾ വന്നത്. അപ്പോൾ ആ കിളിരൂർ കവിയൂർ സ്ത്രീപീഡന കേസുകളിലും പ്രധാനമായും അന്ന് ഈ ഉമ്മൻചാണ്ടി ആയിരുന്നു അധികാരത്തിലെങ്കിലും അന്ന് പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടിരുന്നത് CPM-മായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരും അവരുടെ മക്കളും ഒക്കെ. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം സൂര്യനെല്ലി കേസുണ്ട്, അതായിരിക്കും ഉദ്ദേശിച്ചത്. ഞാൻ അതിലേക്ക് ഏതാണ്ട് അതും അതിനകത്ത് ഉൾപ്പെടുത്താം. അതിനകത്ത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് വിവാദമായിട്ട് വന്നത്.
അപ്പോൾ അതിനുശേഷം പിന്നീടുണ്ടായ വിവാദമായിട്ടുള്ള 2 കേസുകളാണ്. ഒന്ന് ഈ പാലക്കാടിലെ വാളയാറിലെ കേസും അതിനുശേഷം ഇപ്പം ഇതും. ഇതെല്ലാം ഇതിൽ സ്ത്രീപീഡനം മാത്രമല്ല, ഇതെല്ലാം അതെ 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 അതെ. അപ്പോൾ ഇതിലെല്ലാമുള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു ത്രെഡ് എന്ന് പറയുന്നത് പ്രതിസ്ഥാനത്ത് രാഷ്ട്രീയക്കാരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വണ്ടിപ്പെരിയാറിൻ്റെ കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് DYFIക്കാരനാണ്. വാളയാർ കേസിൻ്റെ കാര്യത്തിലും പ്രതിസ്ഥാനത്ത് CPM കാരുണ്ട് എന്നുള്ള വാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കേസിൽ മാത്രമാണ് പ്രമുഖനായിട്ടുള്ള ഒരു സിനിമാ നടൻ്റെ പേര് ഉയർന്നത്. ബാക്കിയുള്ള എല്ലാ കേസുകളിലും രാഷ്ട്രീയ പ്രവർത്തകരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തകർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിനനുസൃതമായിട്ടാണ് പോലീസിൻ്റെ നിലപാട് വരുന്നത്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് താല്പര്യമുള്ള ആളുകൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ളത് അല്ല അത് അതുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഭരണകൂടത്തിന് താല്പര്യമുള്ള ആളുകളാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമായിട്ടുള്ള പോലീസ് ഈ കേസുകൾ അട്ടിമറിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഏത് കേസ് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ വിതുര കേസ് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഐസ്ക്രീം പാർലർ കേസ് നമ്മൾ എടുക്കും. ഐസ്ക്രീം പാർലർ കേസിലും ഭരണകൂടമാണ് ഏറ്റവും വലിയ അട്ടിമറി നടത്തിയിട്ടുള്ളത്. പിന്നെ ഈവൻ സൂര്യനെല്ലി കേസിൽ പോലും പിന്നെ പ്രതിസ്ഥാനത്ത് നിന്നത് ഒരു കോൺഗ്രസിൻ്റെ പിന്നെ ആയിരുന്നെങ്കിലും അതിനകത്തൊക്കെ തന്നെ ഇത്തരം വിവാദങ്ങൾ വന്ന് കിടപ്പുണ്ട്. കിളിരൂർ കേസായാലും കവിയൂർ കേസായാലും അട്ടിമറിച്ചിട്ടുള്ളത് പോലീസാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാളയാർ കേസ് അട്ടിമറിച്ചത് വളരെ കൃത്യമായി സോജൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് അട്ടിമറിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ വണ്ടിപ്പെരിയാറിലേക്ക് വരുമ്പോഴും പ്രതി ഒരു സാധാരണ DYFI പ്രവർത്തകനാണെങ്കിൽ പോലും ആ കേസ് ഇനി നാളെ ഇന്റർപോൾ അന്വേഷിച്ചാൽ പോലും തെളിയാത്ത നിലയിൽ അത് ഘട്ടം ഘട്ടമായി അട്ടിമറിച്ചിട്ടുള്ളത് പോലീസാണ്. അല്ല, അത് കാരണം വേറൊന്നുമല്ല. ആദ്യം തന്നെ നമ്മൾ FIR തയ്യാറാക്കുന്ന സമയത്ത് തന്നെ എവിഡൻസ് എടുക്കുന്നെങ്കിൽ ആ സമയത്ത് എടുക്കുമ്പോൾ കിട്ടുന്ന എവിഡൻസ് തന്നെ അട്ടിമറിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതെ അതാ ഞാൻ പറഞ്ഞത്. അപ്പം എൻ്റെ പോയിന്റ് പോലീസാണ് ഇത് അട്ടിമറിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ പോലീസ് ഇത് അട്ടിമറിക്കുന്നത് പോലീസിനൊരു മോട്ടീവ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പോലീസുകാരൻ ചുമ്മാ പോയിട്ട് ഈ കേസ് അട്ടിമറിക്കില്ലല്ലോ. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ കേസ് അട്ടിമറിക്കണമെങ്കിൽ ഒരു മോട്ടീവ് ഉണ്ടാവണം. ആ മോട്ടീവ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് ഈ കാര്യത്തിലുള്ള താല്പര്യമാണ് എന്നുള്ളതാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ സ്ത്രീപീഡന കേസുകളിലെല്ലാം പ്രതിസ്ഥാനത്ത് രാഷ്ട്രീയക്കാർ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് പോലീസ് അത് അട്ടിമറിക്കുന്നത്. പോലീസ് രാഷ്ട്രീയക്കാരുടെ ഒരു ഉപകരണമായി മാറുമ്പോഴാണ് ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു പോകുന്നത്. അതിലേറ്റവും പുതിയ ഒരു സംഭവമാണ്, അവസാനത്തൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇനി അതുപോലെ സംഭവിക്കുന്നത്, പുതിയൊരു സംഭവമാണ് വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാറിലും ഞാൻ പറഞ്ഞത് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു കാരണവശാലും ഇപ്പോൾ അതിനകത്ത് പിന്നെ CBI അന്വേഷണത്തിൽ നിന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. കോടതി നിരീക്ഷണത്തിൽ CBI അന്വേഷണം എന്ന് പറഞ്ഞ ആവശ്യം ഉയരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരുപക്ഷെ ഈ ഇരകളുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഈ കേസ് തെളിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ല, അതിന് കാരണം ഞാൻ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ താങ്കളൊരു ലോയറും കൂടെയാണ്. ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം ക്രിമിനൽ കേസുകൾ, പർട്ടിക്കുലർലി ക്രിമിനൽ കേസുകൾ, ആദ്യ നിമിഷങ്ങളിൽ എടുക്കുന്ന തെളിവുകളാണ് യഥാർത്ഥത്തിൽ ഏത് കേസിനെയും ശിക്ഷിക്കണം വെറുതെ വിടണോ എന്ന് തീരുമാനിക്കണം. അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞ താങ്കൾ സൂചിപ്പിച്ച സർവ്വ സ്ത്രീപീഡന കേസുകൾ, പർട്ടിക്കുലർലി നമ്മൾ കൺസേൺ ആയിരിക്കുന്നത് ഈ പിഞ്ചു കുഞ്ഞിനെ കൊന്നതിലെ വണ്ടിപ്പെരിയാറിലെ കേസാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങൾ, അതുകൂടാതെ നമ്മുടെ വാളയാർ കേസ്, ഈ 2 സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കരായ 2-3 പെൺകുട്ടികളെ കൊന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പോലീസിന് ഇങ്ങനൊരു നിർദ്ദേശം, സർക്കാരിൽ പോലീസിനെ ഭരിക്കുന്ന സർക്കാരിന് ഇങ്ങനൊരു നിർദ്ദേശം കൊടുക്കാൻ കഴിയും? അല്ല, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഈ കേസ് അട്ടിമറിച്ചത്, ആ ഒരു ചോദ്യത്തിനാണ് നമ്മൾ ആദ്യം മറുപടി കാണേണ്ടത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ്. 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊല്ലുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലായത്. അപ്പം ആ നിലയിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ ഇത്രയും കൂടുതൽ ഞെട്ടിച്ച ഒരു പീഡന കേസ് ഉണ്ടാവാൻ സാധ്യതയില്ല. സ്വാഭാവികമായും മോട്ടിവേറ്റഡ് അല്ലാത്തൊരു ഭരണകൂടമാണെങ്കിൽ ഇതുപോലൊരു പീഡന കേസ് നടക്കുമ്പോൾ ആ പീഡന കേസിൽ യഥാർത്ഥ പ്രതിയെ രക്ഷിക്കുക എന്നുള്ളതായിരിക്കും ആ ഗവൺമെൻറ്റിൻ്റെ മോട്ടീവ്. മനസ്സിലായി? അങ്ങനെ രക്ഷിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റിൻ്റെ മോട്ടീവെങ്കിൽ ഒരിക്കലും പോലീസ് ഉദ്യോഗസ്ഥൻ തെളിവ് നശിപ്പിക്കാൻ നിൽക്കില്ല. കാരണം തെളിവ് നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് സർക്കാർ വിരുദ്ധമാകും, തെളിവ് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവന് പ്രശ്നമാകും. പക്ഷേ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്, ആദ്യം മുതൽ അവസാനം വരെ ഘട്ടം ഘട്ടമായി കൃത്യമായി തെളിവ് നശിപ്പിക്കപ്പെടുന്നു.
അപ്പോൾ ഇത്രയും കൂടുതൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു പീഡന കേസിൽ ആദ്യാവസാനം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അന്വേഷണ ഉദ്യോഗസ്ഥൻ തെളിവ് നശിപ്പിക്കണമെങ്കിൽ അതിൽ സ്റ്റേറ്റിന് ഒരു മോട്ടീവ് ഇല്ലെങ്കിൽ അത് ചെയ്യില്ല. അതാണ് എന്റെ ചോദ്യം അവിടെയാണ്. ഇത്ര ഒരു പ്രോമിനൻസ് ഉള്ള ഒരു പയ്യനല്ല, ഒരു രാഷ്ട്രീയത്തിൽ പോലും ഒരു ഡിവൈഎഫ് സാധാരണ ഒരു പ്രവർത്തകനോ പ്രായം കൊണ്ട് ഡിവൈഎഫ്ഐക്കാരന് അനുഭവം എസ് ഉണ്ടായിരുന്നു, അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന് വേണ്ടി ഒരു സർക്കാർ ഇങ്ങനെ ഒരു സംസ്ഥാനത്തിന് മൊത്തം, ലോകത്ത് മൊത്തം, കേരളത്തിന് പേരുദോഷം ഉണ്ടാക്കുന്ന ഇങ്ങനെ ഒരു കേസിന് സർക്കാർ കൂട്ടുനിൽക്കും, മോട്ടിവേറ്റ് അല്ല. അതൊക്കെ നമ്മൾ ഈ രാഷ്ട്രീയത്തിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ സമഗ്രമായി വിലയിരുത്താതെ വരുന്നുണ്ടൊരു പ്രശ്നമാണ്. കേരളത്തിൽ ഇപ്പം നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പയ്യൻ്റെ തല ചെടിച്ചട്ടിക്ക് അടിച്ച് അവൻ്റെ തല പൊട്ടിച്ചിട്ട് തൊട്ട് പിറ്റേ ദിവസം മുഖ്യമന്ത്രി തന്നെ ജീവകാരുണ്യ പ്രവർത്തനമാണ്, രക്ഷാപ്രവർത്തനമാണെന്ന് പറയുക. അയാൾ ജാഥ നടത്തുമ്പോഴത്തേക്കും പ്രകടനം നടത്തുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ മുഴുവൻ DYFIക്കാരെ കൊണ്ട് അടിപ്പിക്കുക. മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കള്ളക്കടത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രസ്ഥാനത്ത് വരിക. അപ്പോൾ സ്വാഭാവികമായും CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് അടിമുടി ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം CPM ഈ ഓരോ ദിവസവും വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കത് സംബന്ധിച്ച് പറയാനുള്ള അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതും, ഞാനത് തീർത്തോട്ടെ, പാർട്ടിക്കകത്ത് നിങ്ങൾ നിന്നാൽ, നിങ്ങൾ പാർട്ടിയാണെങ്കിൽ, പാർട്ടി മെമ്പർഷിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ എവിടെ വരെ പോയും നിങ്ങളെ രക്ഷിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മോട്ടിവേറ്റഡ് ആയിട്ട് തെളിവ് നശിപ്പിച്ചെന്നുള്ളതിന് യുക്തിഭദ്രമായി നമുക്കൊരു മറുപടി കിട്ടണം. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പരസ്യമായ പാർട്ടിക്കാരുടെ ഇടയിലാണെങ്കിൽ പോലും, പാർട്ടിക്കാർക്കുള്ളിലാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ സിമ്പതൈസേഴ്സിനുള്ളിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു രഹസ്യ ഇൻഫർമേഷൻ, ഒരു നിർദ്ദേശം പാർട്ടി മുകളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അല്ല, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ അറിഞ്ഞിടത്തോളം അവിടുത്തെ പാർട്ടി ഓഫീസിൻ്റെ നേരെ മുകളിലാണ് വണ്ടിപ്പെരിയാറിൻ്റെ പോലീസ് സ്റ്റേഷൻ. നിങ്ങളിപ്പം അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വളരെ സബ്ജക്റ്റീവാണ്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പം എല്ലാ ക്രൈമുകൾക്കും ആ ക്രൈം നടന്നതുമായി ബന്ധപ്പെട്ട സമയത്തുള്ള തെളിവ് ശേഖരണം വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ഒരു പീഡന കേസുകളിൽ സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളെ സംബന്ധിച്ചിടത്തോളം അത് നടന്ന സ്ഥലത്ത് നിന്ന് ശേഖരിക്കുന്ന തെളിവുകൾ ഈ പറഞ്ഞൊരു കൊലക്കേസ് വിഷയത്തെക്കാൾ പോലും പ്രധാനമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ കൊന്നു കെട്ടിത്തൂക്കിയ പോലത്തെ സംഭവങ്ങളാണെങ്കിലും ഈ വിസർജ്യം, മൂത്രം, മലം സാധനങ്ങൾ, അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ സെമൻ, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് നടന്ന സമയത്ത് തന്നെ ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെ ശേഖരിക്കേണ്ടതുള്ളതായിട്ടുള്ള ഒരു സംഭവത്തിൽ ക്രൈം നടന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ ചെല്ലുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇത് കൊല്ലാൻ ഉപയോഗിച്ച ഷോള്, അത് ഇത് മറ്റേത്, ഇതെല്ലാം മെറ്റീരിയൽ ഒബ്ജക്ട്സ് എല്ലാം കളക്ട് ചെയ്ത് സീൽ ചെയ്യണം. അത് വാസ് ഇൻ അൺസീൽഡ് കണ്ടീഷൻ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഫോറൻസിക് പരിശോധന നടത്തിയിട്ടേയില്ല. മനസ്സിലായോ? അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് തന്നെ പറയുന്നത് എന്താണ്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ലെത്താർജിക് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്, അലസമായിട്ടുള്ള ഇയാളുടെ സമീപനം. അതുപോലെ തന്നെ തെളിവ് സമാഹരിക്കുന്നതിനുള്ള അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ വണ്ടിപ്പെരിയാർ കേസിൽ ഏറ്റവും നിർണായകമായ ചാർജ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് SC/ST അട്രോസിറ്റീസ് ആയി. അത് വേറൊരു വശം. അതിന് വേണമെങ്കിൽ നമുക്ക് പ്രോസിക്യൂഷനെ കുറ്റപ്പെടുത്താം. പക്ഷേ തെളിവ് ശേഖരിക്കുന്ന സമയത്ത് ഇയാൾ അലസനായിരുന്നുവെന്നും ഇയാൾ അശാസ്ത്രീയമായിട്ടുള്ള തെളിവ് സമാഹരണ രീതികളാണ് പിന്തുടർന്നതെന്നും ഒരു മജിസ്ട്രേറ്റ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയുമ്പം അയാൾ മോട്ടിവേറ്റഡ് ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്നും തീർന്നില്ല, അവിടെ ഞാൻ പറയും. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി ഭരിക്കുമ്പോൾ പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം CPM പറയുന്നതിൻ്റെ അപ്പുറത്തേക്കും പോകില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു CPM ഭരിക്കുമ്പോൾ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു CPM ഇവിടെ ഭരിക്കുമ്പോൾ, ഞങ്ങളുടെ പോലീസാണ്, പിണറായി വിജയൻ്റെ പോലീസാണെന്നാണ് ഏരിയ സെക്രട്ടറിമാർ വരെ പറയുന്നത്. അങ്ങനെ ഒരു പോലീസ് ഭരിക്കുമ്പോൾ ഇത്ര മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെളിവ് നശിപ്പിക്കണമെങ്കിൽ
അതേതെങ്കിലും നിലയിലുള്ള ഒരു സന്ദേശമോ സൂചനയോ, അതിപ്പോൾ സർക്കുലറായിട്ട് എഴുതി കൊടുക്കണമെന്നൊന്നുമില്ല, അത് ശരീരഭാഷയെ കൂടെ തന്നെ വേണമെങ്കിൽ പറയണമെന്ന് പോലുമില്ല. എന്തായാലും അതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് നടന്നിട്ടുള്ളത്. അതിപ്പോ വളരെ ഒബ്വിയസ് ആണ്, ജനം അത് ആ രീതിയിൽ തന്നെ വിലയിരുത്തുന്നത്. പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. പിണറായി വിജയന്റെ പോലീസ് എന്ന് പറയുന്നത് ഇതിനു മുമ്പും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകി ഇവിടെ നന്നായിട്ട് ഭരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇപ്പൊ എയറിൽ നിൽക്കുന്നത്. നമ്മുടെ കേരള സമൂഹത്തിൽ മൊത്തത്തില് പാർട്ടി അഫിനിറ്റി ഉള്ള ഏത് മനുഷ്യനും എന്ത് അട്രോസിറ്റീസും ഏത് ലെവലിലുള്ള കുഞ്ഞുങ്ങളോടാണെങ്കിൽ പോലും ചെയ്യാം എന്നുള്ളൊരു സാഹചര്യം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ അതിന്റെ ഏറ്റവും ബ്ലേറ്റന്റ് ആയിട്ടുള്ള ഒരു സൂചനയല്ലേ ഇത്. കാരണം 6 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടാൽ അതിൽ യഥാർത്ഥ പ്രതിയെ പിടിച്ച് അതിൻ്റെ ക്രെഡിറ്റ് ജനങ്ങളിൽ നിന്ന് വാങ്ങാനല്ലേ ഏതൊരു ഭരണകൂടവും, പ്രത്യേകിച്ച് ഒരു CPM ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ശ്രമിക്കുക. അതിന് പകരം പിന്നെ പ്രതിയെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക, പ്രതി രക്ഷപ്പെട്ടതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? പ്രതിയുടെ ബന്ധുക്കൾ ഇരയുടെ അച്ഛനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന പ്രതികൾ പാർട്ടി ഓഫീസിലേക്ക് ഓടിക്കയറുക. മനസ്സിലായി? അപ്പം ആ നിലയിലൊക്കെ സംഭവിക്കുന്നു. ഇനി ഈ പ്രതി അവിടെ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പാർട്ടിയുടെ ഒന്നും പ്രസ്താവന ഒന്നായിട്ട് ഞാൻ കാണുന്നില്ല. പ്രതി രക്ഷപ്പെട്ടത് തെറ്റായിപ്പോയി, പ്രതി ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാ പണികളും നടത്തും എന്നുള്ള പാർട്ടിയുടെ പ്രസ്താവനയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആകെപ്പാടെ പിണറായി വിജയൻ എന്തൊക്കെയോ ഒന്ന് ഉരുവിട്ടേച്ച് സൈഡിലൂടെ പോയി. അപ്പം ഇത് അത്രയേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ശരിക്കും പാർട്ടിയിൽ ഓൾറൗണ്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡീജനറേഷൻ, റോട്ടുണ്ട്, ഒരു ഡീക്കേ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു വളരെ ബീഭത്സമായിട്ടുള്ള ഒരു അഡൻഡമായിട്ടാണ് നമ്മളിതിനെ കണ്ടത്. കാരണം എന്താ, കേരളത്തിലിപ്പം സ്ത്രീപീഡനങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ 6 വയസ്സുള്ളൊരു കുട്ടിയെ 3 വയസ്സ് മുതൽ പീഡിപ്പിച്ചിട്ട് 6 വയസ്സിൽ കൊല്ലാക്കൊല, ഇപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിൽ തന്നെ ഇത് കൊലപാതകമാണെന്ന് പറയുന്നുണ്ട്. തെളിവില്ലാത്തത് കൊണ്ടാണ്. ആ കുട്ടിയെ ഓരോ ഘട്ടത്തിലും ഇതുപോലെ തെളിവ് നശിപ്പിച്ച് രക്ഷപ്പെടുത്തിയിട്ട് അതൊരു ചർച്ച പോലും കേരളത്തിലാവുന്നില്ല. അത് ചർച്ചയാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഭരണകൂടത്തിൻ്റെ കാരണം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞില്ല, പ്രതിപക്ഷത്തിൻ്റെ കഴിവ് ഇതിനകത്തുണ്ട്. പക്ഷേ അത്ര ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് ഇന്നത്തെ CPMന്റെ അവസ്ഥ എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് വേണം ഇതിനെ കാണാൻ. ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയൻ കണ്ടിന്യൂവേഷൻ തുടർഭരണം കിട്ടിയിട്ട് ഇപ്പൊ 2.5 വർഷം കൂടെ ആയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇദ്ദേഹം 13 വർഷത്തിൽ കൂടുതൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കേരളത്തിൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരുന്നൊരു പീരീഡ് ആസ്വദിച്ച് അത് പാർട്ടി അധികാരം കയ്യിൽ ഒതുക്കാൻ കിട്ടിയ ഒരു അവസരം അദ്ദേഹം ഇപ്പം ഭരിക്കുമ്പോൾ ആ സ്വാധീനത്തിൽ പുള്ളിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, പാർട്ടിക്കാർക്ക് പുള്ളിയോടുള്ള അടുപ്പം എല്ലാം തന്നെ ഈ കാണുന്ന ഡീജനറേഷന് കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിയെ മൊത്തത്തിൽ ഡീജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ആ ഡീജനറേഷനിലൂടെയാണ് അയാളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത്. നിങ്ങളിപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം നിങ്ങൾ നോക്കൂ. 2000-ന്റെ മധ്യത്തിൽ 2007 അയാൾ ലാവ്ലിൻ കേസിൽ പ്രതിയായിരുന്ന സമയത്ത് അയാൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടർന്നു. സ്വാഭാവികമായും ആ സമയത്തൊക്കെയാണ് ഈ പാർട്ടിക്കാരെ ഈ കംപ്ലീറ്റ് ഇതുപോലെ എല്ലാ വൃത്തികേടുകളും കാണിക്കാൻ അയാൾ കയറൂരി വിടുന്നത്. ഇപ്പം അതിൻ്റെ ഒരു പരകോടിയിൽ വന്ന് നിൽക്കുകയാണ്. മനസ്സിലായോ? സ്വാഭാവികമായും പാർട്ടിക്കകത്ത് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കൈക്കൂലി മേടിക്കാം, നിങ്ങൾക്ക് എന്ത് ഭരണഘടനാവിരുദ്ധമായ പ്രവർത്തനം നടത്താം, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ പിടിച്ചുകൊണ്ട് പോകാം, നിങ്ങൾ ബലാത്സംഗ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇത്തരം ഡീജനറേറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഇന്ന് CPM എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിന്ന് നമ്മൾ തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന റിഫ്ലക്ഷനാണ് ഇപ്പോൾ ഈ വണ്ടിപ്പെരിയാറിൽ നടന്നിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം എന്താ, ഇത്രയും നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ നടന്നിട്ടും അത് ചർച്ചയാക്കാൻ ആരും, പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ആരും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 77 പേജുള്ള ജഡ്ജ്മെൻറ്റിൽ 10 ഡിഫക്ട്സാണ് എഴുതി വെച്ചിരിക്കുന്നത് ജഡ്ജി. 10 ഡിഫക്ട്സ്. മനസ്സിലായി? ഇപ്പോൾ സാധാരണഗതിയിൽ നേരത്തെ ഇപ്പോൾ ഞാനൊക്കെ VS അച്യുതാനന്ദനോട് ജോലി ചെയ്യുന്ന കാലത്തൊട്ടുള്ള മാധ്യമങ്ങളായിരുന്നെങ്കിൽ അത് മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കി അതിനെ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇപ്പം മാധ്യമങ്ങൾക്ക് 2 ദിവസം ഒരു വാർത്ത, 2 ദിവസം കഴിഞ്ഞാൽ അവർ വേറൊരു വഴിക്ക് പോകുന്നു എന്നുള്ള അതാണ് ഏറ്റവും ഗതികെട്ടൊരു അവസ്ഥ. അതാണ് സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഇതുണ്ട്. പക്ഷേ ഈ വണ്ടിപ്പെരിയാർ കേസിൽ പർട്ടിക്കുലർലി ആ ഒരു മാധ്യമങ്ങളുടെ ശ്രദ്ധ മാറുക എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത്
മാധ്യമങ്ങൾക്ക് ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മകൾക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും മകന്റെ ഫാദറിലേക്ക് എതിരെ വരെയുള്ള അഴിമതി കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും ഇഗ്നോർ ചെയ്യാനും പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ വണ്ടിപ്പെരിയാർ പോലുള്ള ഈ പറഞ്ഞ കൊച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന കേസിൽ ആരായിരിക്കണം? മാധ്യമങ്ങളുടെ മാത്രം സ്ക്രൂട്ടിനി മതിയോ? അല്ല ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ ഇനിഷ്യേറ്റീവ് ഈ പഴയ പോലെ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ എടുക്കുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ അനുഭവത്തിൽ ഒരു പ്രതിപക്ഷം അതിനൊരു ഇനിഷ്യേറ്റീവ് കൊടുക്കുമ്പോഴാണ്. ഇപ്പം നിങ്ങൾ വി എസ് അച്യുതാനന്ദൻ്റെ കാലഘട്ടം എടുത്ത് നോക്കൂ, 2000-2006 കാലഘട്ടം. ആ 2000-2006 കാലഘട്ടത്തിൽ ഉള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് മുഴുവൻ എടുത്ത് മെയിൻ സ്ട്രീമിലേക്ക് വി എസ് അച്യുതാനന്ദൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറകിൽ അണിനിരക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വണ്ടിപ്പെരിയാർ വിഷയം തന്നെ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ വി ഡി സതീശൻ വലിയ തോതിലുള്ള ഒരു വിഷയമാക്കി എടുത്തു കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അതിൻ്റെ പുറകിൽ മാധ്യമങ്ങളാണ് നിരക്കുമായിരുന്നു. ഇവിടെ ഇതിനെല്ലാമുള്ള ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിഷ്ക്രിയവും കാര്യശേഷി ഇല്ലാത്തതും അപൊളിറ്റിക്കലായിട്ട് പെരുമാറുന്നതായിട്ടൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മാധ്യമങ്ങളെ ഒന്നാം പ്രതിയാക്കി നമുക്കിതിനകത്ത് കാണാൻ കഴിയില്ല. അപ്പം ഞാനത് പറയാൻ കഴിഞ്ഞാൽ ഞാൻ വി എസ് അച്യുതാനന്ദനോട് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ വിഷയങ്ങളും ഇപ്പോൾ മതികെട്ടാനാകട്ടെ, പൂയംകുട്ടിയാകട്ടെ, ഐസ്ക്രീം പാർക്ക് കേസാകട്ടെ, ഇതെല്ലാം സ്പിയർ ഹെഡ് ചെയ്യുന്നത് ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ആയിരുന്നു. ആ ലീഡർ ഓഫ് ഓപ്പോസിഷന് പുറകിൽ റാലി ചെയ്യുകയാണ് മാധ്യമങ്ങൾ ചെയ്യും. ഇവിടെ ആ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അയാളെടുക്കുന്നില്ല. അയാളോട് ഇപ്പോൾ വണ്ടിപ്പെരിയാർ എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് ചിലപ്പോൾ എനിക്ക് വലിയ പിടിയില്ല എന്ന് വരെ പറയുന്നൊരു സത്യസന്ധമായിട്ട് പ്രതികരിച്ചു എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊരു അല്ല അതാണ് പ്രശ്നം. ഈ പ്രതികരണം എന്ന് പറയുന്നത് പ്രതികരിക്കാൻ വേണ്ടി ഇവിടെ മാധ്യമങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ ജോലി എന്ന് പറഞ്ഞാൽ പ്രതികരണം അല്ല. ആ വിമർശനം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പുള്ളി അത് വിമർശിച്ചു, ശരിയാ. ഈ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ആളല്ല പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് വി എസ് അച്യുതാനന്ദൻ വിമർശിച്ചിട്ട് മാറി നിൽക്കുകയായിരുന്നില്ല ചെയ്തിരുന്നത്. വി എസ് അച്യുതാനന്ദൻ ഒരു വിഷയം വന്നാൽ, ഇപ്പോൾ മതികെട്ടാന്ന് പറഞ്ഞ വിഷയം വന്നു, അതെടുത്തു അവിടെ പോയി കണ്ടു വിഷയമാക്കി 22 ദിവസം അത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. 23-ാം ദിവസം അത് നാഷണൽ പാർക്കാക്കി മാറ്റി. മനസ്സിലായില്ലേ? 25 വർഷം ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ ഫൈറ്റ് ചെയ്ത് അയാളെ ജയിലിലാക്കി. അതാണ് പ്രതിപക്ഷ പ്രവർത്തനം. അല്ലാതെ വണ്ടിപ്പെരിയാർ ഉയർന്നു വരുമ്പോൾ ഉടനെ തന്നെ അതിനകത്ത് വളരെ ചടുലമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തി, ഒരു പത്രസമ്മേളനം നടത്തി, അവിടെ നിന്ന് പോയി. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ? ഇതിനകത്ത് ഇവരൊക്കെ ഇങ്ങനെ നിരുത്തരവാദപരമായി പെരുമാറുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? അനുഭവിക്കുന്നത് ജനങ്ങളാണെന്നുള്ളതാണ്. ഇപ്പോൾ ആ പെൺകുട്ടി മരിച്ചു. ആ പെൺകുട്ടി, ഞാൻ ചോദിക്കട്ടെ, ആ പെൺകുട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ആ കൊച്ചു മരിച്ചു. ആ കൊച്ചിൻ്റെ ഘാതകൻ വെറുതെ വിട്ടു. ആ വെറുതെ വിട്ട ഘാതകൻ്റെ ബന്ധുക്കൾ ആ ഇരയെ ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്രമിക്കുന്നത് മാത്രമല്ല, ലൈംഗികമായിട്ടുള്ള ആംഗ്യം കാണിച്ചു എന്നാണ് പറയുന്നത്. എന്തായിരിക്കും ഊഹിക്കാമല്ലോ നമുക്ക്. എന്നിട്ട് ആ ഇരയുടെ അച്ഛനെ കുത്തുകയാണ്. ആ ഇരയുടെ അച്ഛന് സംരക്ഷണം ഒരുക്കേണ്ട ജോലി ആരുടെയാ? പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. വി എസ് അച്യുതാനന്ദൻ അവിടെ ആയിരുന്നു. വി എസ് അച്യുതാനന്ദൻ അവിടെ പോയി നിരാഹാരമായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ആ കൊന്ന കുത്തിയവന്മാരുണ്ടല്ലോ, അവന്മാർക്കായിട്ട് കേസെടുത്തിട്ട് അമ്മരെ ശിക്ഷിച്ചാലേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് അയാളവിടെ ഇതിരിക്കുമായിരുന്നു. ഇയാളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? പത്രസമ്മേളനം നടത്തലാണ് പ്രതിപക്ഷ പ്രവർത്തനം എന്ന്. അല്ല, ഞാൻ പറഞ്ഞ ഇതിനകത്ത് പ്രശ്നം എന്നറിയല്ലോ. ഇതിനകത്ത് പ്രശ്നം ഇവരിങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അനുഭവിക്കുന്നത് ആരാ? അനുഭവിക്കുന്നത് ജനങ്ങളാണ്. അതാണ് പ്രശ്നം. ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ പ്രതിപക്ഷത്തിന് ഇത്തരം പണ്ട് വി എസ് അച്യുതാനന്ദൻ ചെയ്തതുപോലുള്ള അത്രയും ഉത്സാഹത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു കേസിനെ എടുത്ത് അതിൽ ഫലവൃത്തി കാണുന്നത് വരെയോ കൊണ്ടുപോകുന്ന ലെവലിലേക്ക് പ്രതിപക്ഷം വി ഡി സതീശൻ ആ നിലയിലേക്ക് ഉയർന്നില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പൊളിറ്റിക്സിൽ നമുക്കറിയാം, താങ്കൾക്ക് അറിയാത്ത കാര്യമല്ല, ഇതൊരു പാർലമെന്ററി ഓട്ടോക്രസി അല്ലേ ഇവിടെ ഇപ്പൊ നടക്കുന്നത്. ഒരു പാർലമെന്ററി ഓട്ടോക്രസി. അതായത് 140 പേരിൽ 99 പേരുടെ ഭൂരിപക്ഷത്തോടുകൂടി വന്നിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ അസംബ്ലിയിൽ ഇപ്പോൾ താൻ നേരത്തെ പറഞ്ഞ അഴിമതി കേസുകളിൽ അദ്ദേഹത്തിന്റെ മകളുടെ പേര് പറയാൻ അനുവദിക്കാത്ത, അതായത് അടിയന്തര പ്രമേയത്തിന് ചർച്ച അനുവദിക്കണമെന്നല്ല, നോട്ടീസ് പോലും കൊടുക്കാൻ അനുവദിക്കാതെ എത്രയെങ്കിലും തവണ കഴിഞ്ഞ അസംബ്ലിയിൽ അവരെ പ്രതിപക്ഷത്തിന് അടിച്ചൊതുക്കി പറഞ്ഞയച്ച ഒരു ഇതിനകത്ത് പറഞ്ഞോട്ടെ. ഇനിയിപ്പോ വരാൻ പോകുന്നത് 25-ന് വീണ്ടും അസംബ്ലി തുടങ്ങുകയാണ്, ആനുവൽ ബഡ്ജറ്റ് അസംബ്ലി തുടങ്ങുകയാണ്. ഇനിയിപ്പോ 49 പേര് ചിലപ്പോൾ അയോഗ്യരാകും. ഇപ്പോഴത്തെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെയും ഒക്കെ പുതിയ ഓർഡേഴ്സ് പ്രകാരം ഈ അഴിമതിയെല്ലാം വന്നിട്ട് പ്രതിപക്ഷം ഈ രീതിയിൽ പോകാനുള്ള കാരണം അവർക്ക് ശക്തിയില്ലാന്നിട്ട് തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ പാർലമെന്ററി ഓട്ടോക്രസിയുടെ കാര്യം പറഞ്ഞല്ലോ.
2001 2006 എത്ര അംഗങ്ങളുണ്ടായിരുന്നു പ്രതിപക്ഷത്തിന് എന്ന് പറഞ്ഞേ? ഇത്ര ഉണ്ടായിരുന്നു? ഇത്രയേ ഉള്ളായിരുന്നു. പക്ഷെ അന്ന് 82 വയസ്സുകാരനായിട്ടുള്ള അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇന്ന് 58 വയസ്സുകാരനായിട്ടുള്ള ഇയാളാണ് പ്രതിപക്ഷ നേതാവ്. ആര്? സതീശൻ. അതാണ് വ്യത്യാസം. ഞാനിത് പറയുമ്പോൾ ഞാൻ പറയുന്നതിന് ശക്തി കൂടുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അയാളുടെ കൂടെ 5 വർഷം നിന്ന് പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ടാണ് ശക്തി കൂടുന്നത്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്നുള്ളതുപോലെ ഫേസ്ബുക്കും യൂട്യൂബും ഈ സാധനം ഒന്നും വന്നില്ല. അന്ന് പത്രവും ചാനലും മാത്രമേ ഉള്ളൂ. അന്ന് കൈകൊണ്ട് എഴുതുകയാണ് പത്രക്കുറിപ്പ്. എന്നിട്ട് ഓരോ പത്രക്കാരെയും വിളിച്ചിട്ട് പറയണം, എടാ ഇത് ഇതിനകത്ത് ഈ ഒരു പാരഗ്രാഫ് ഒന്ന് കൊടുത്തേക്കണേ, ആ ഒരു പാരഗ്രാഫ് കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളുടെ പുറകെ കാല് പിടിച്ച് കിടന്ന കാലഘട്ടമായിരുന്നു 2000-2006. ഇന്ന് എന്താ അവസ്ഥ? ഇന്ന് യൂട്യൂബും പിന്നെ ഫേസ്ബുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വളരെ സജീവമാണ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയണം. ഞാൻ ആരാണ്? ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും അനുഭവിക്കുന്ന, സർക്കാരിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് പെൻഷൻ പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഭാര്യയ്ക്ക് 1 മാസമായിട്ട് ജോലി, ഒരു വർഷമായിട്ട് അവളെയും ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ യൂട്യൂബ് ചാനലിന് കിട്ടുന്ന പ്രാധാന്യം പോലും എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് കിട്ടാത്തത്? പ്രതിപക്ഷ നേതാവിന് എന്തിൻ്റെ കുറവാണുള്ളത്? 29 സ്റ്റാഫുണ്ട് പ്രതിപക്ഷ നേതാവിന്. പ്രതിപക്ഷ നേതാവിന് ഒരു വർഷം സർക്കാരിൽ നിന്ന് ചെലവഴിക്കുന്ന പൈസ എത്രയാണെന്നറിയോ ലോറൻസിന്? 3 കോടി രൂപ. 29 സ്റ്റാഫ്. ഏത് മാളത്തിനാണ് അയാളുള്ളത്? എനിക്കെന്താണുള്ളത്? ഞാൻ 2 വർഷം കൊണ്ട് 1100 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 1,38,000 സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബ് നടത്താൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നുണ്ടോ? പ്രശ്നം എന്താണ്? ഇതുകൊണ്ടെല്ലാം അനുഭവിക്കുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങളാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയട്ടെ. നാളെ എന്നെ കൊന്നാൽ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പിള്ളേർക്കും പോയി. 2 ദിവസം വീഡിയോ സോഷ്യൽ പത്രസമ്മേളനം നടത്തും, നമ്മളെല്ലാവരും കൂടെ കൈയടിക്കും, തീർന്നു. അത് കഴിയുമ്പോൾ അയാളുടെ വഴിക്ക് അങ്ങ് പോകും. അപ്പോൾ ഇത് ഇവരുടെയൊക്കെ പ്രവർത്തനം നമ്മളെയൊക്കെയാണ് ബാധിക്കുന്നത്. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിലും പിന്നെ കൊല്ലപ്പെടാമെന്നുള്ള നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം അച്യുതാനന്ദനായിരുന്നപ്പോൾ എന്താ? അച്യുതാനന്ദനായിരുന്നപ്പോൾ ഒരുത്തൻ സ്ത്രീപീഡനം നടത്താൻ പോയാൽ അച്യുതാനന്ദനാണല്ലോ അവിടെ ഇരിക്കുന്നത്, നടക്കില്ല എന്ന് വിചാരിക്കും. ഇത്രയും റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ഇവിടെ ഉള്ളപ്പോൾ ഈ 2.5 വർഷക്കാലത്തിനിടയിൽ ഒരു തവണയെങ്കിലും ഒരു 10,000 ആളെ മൊബിലൈസ് ചെയ്യാൻ ഈ വീഡിയോ സോഷ്യൽ കൂട്ടറിന് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, 58 വയസ്സല്ലേ ഉള്ളൂ ഇയാൾക്ക്. എന്തുകൊണ്ടാണ് നടത്താത്തതെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ കോൺഗ്രസ്. അതൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ എത്ര പേര് അടികൊണ്ട് നിങ്ങൾക്കറിയാവോ? എൻ്റെ ഒരു പ്രശ്നം എന്നറിയോ ലോറൻസ്? നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് ഇവരെ അടികൊള്ളുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ തലക്കിട്ട് അടി കിട്ടുന്ന പോലെ എനിക്ക് തോന്നും. അത് ഞാൻ വലിയ മാന്യനായോണ്ടാണെന്നൊന്നുമല്ല, എനിക്കങ്ങനെ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ 10 തെണ്ടികളായിട്ടുള്ള പോലീസുകാർ അടിച്ചിട്ട് ലാത്തി ഒടിഞ്ഞു. അവൻ്റെ തലച്ചോറിന് ക്ഷതമേറ്റു. അവിടെയുള്ളൊരു പെൺകുട്ടി, മേഘ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഡിസ്ക് തെറ്റി ആശുപത്രി കിടക്കുകയാണ്. ഈ സതീശൻ അവരെ കാണാൻ പോയിട്ടുണ്ടോ? അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞാൻ അതൊന്നും പറയുന്നില്ല. ഇങ്ങനെ അടി കൊള്ളുമ്പോൾ ഈ VD സതീശനുമൊക്കെ അടി കൊണ്ട് തല പൊട്ടാത്തത് കൊണ്ടാണ് ഇതുപോലെ സംഭവിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണ്? അനുഭവിക്കുന്നത് നമ്മളാണ്. ഞാൻ ഒന്നുകൂടി ചോദിച്ചിട്ട് ഞാൻ അവസാനിക്കും. ഈ വണ്ടിപ്പെരിയാറിൽ ആ പീഡിപ്പിക്കപ്പെട്ട് കൊന്ന് ഇയാളുടെ മകൾ പീഡിപ്പിക്കപ്പെട്ട് കൊന്നാൽ ഇയാൾക്ക് മനസ്സിലാവും സതീശൻ അതിൻ്റെ ബുദ്ധിമുട്ട്. 6 വയസ്സുള്ള കൊച്ച് പീഡിപ്പിക്കപ്പെട്ട് കൊല്ലുന്നു. ഞാൻ അയാളുടെ അടുത്ത് പോയി സംസാരിച്ച് അയാൾ പൊട്ടിക്കരയായിരുന്നു എൻ്റെ അടുത്ത്. അയാളുടെ മകളെ പീഡിപ്പിച്ചവും വന്ന് അയാളെ കുത്തുന്നു. എവിടെയാണ് VD സതീശൻ?